ഹായ്, ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിലേക്ക് ഇപ്പോൾ അപ്രന്റീസ് ട്രെയിനികളെ ക്ഷണിച്ചിട്ടുണ്ട്. 15/9/2025 മുതൽ 6/10/2025 വരെ ഓൺലൈനായിട്ട് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കീഴിൽ വരുന്ന മഹാരത്ന PSU ആയിട്ടുള്ള പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ സദേൺ റീജിയൻ ട്രാൻസ്മിഷൻ സിസ്റ്റം 2 ഇപ്പോൾ അപ്രന്റീസ് ട്രെയിനികളെ ക്ഷണിച്ചിട്ടുള്ളത്. കർണാടക, തമിഴ്നാട്, കേരള തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വരുന്ന സദേൺ റീജിയൻ 2 വന്നിട്ടുള്ള ഒഴിവുകൾ നമുക്ക് പരിശോധിക്കാം. കർണാടക സ്റ്റേറ്റിലേക്ക് ഡിപ്ലോമ സിവിൽ എന്ന പോസ്റ്റിലേക്ക് 4 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ഡിപ്ലോമ ഇലക്ട്രിക്കൽ 11, ഗ്രാജുവേറ്റ് ഇലക്ട്രിക്കൽ 13, ഗ്രാജുവേറ്റ് സിവിൽ 5, ഗ്രാജുവേറ്റ് കമ്പ്യൂട്ടർ സയൻസ് 1, ഗ്രാജുവേറ്റ് ഇലക്ട്രോണിക്സ് ഓർ ടെലികമ്മ്യൂണിക്കേഷൻ 1, ITI ഇലക്ട്രീഷ്യൻ 7, രാജ്ഭാഷ അസിസ്റ്റൻറ്റ് 1, CSR എക്സിക്യൂട്ടീവ് 1, ലോ എക്സിക്യൂട്ടീവ് 1, HR എക്സിക്യൂട്ടീവ് 3, PR അസിസ്റ്റൻറ്റ് 1 എന്നിങ്ങനെ 49 ഒഴിവുകളാണ് കർണാടക സ്റ്റേറ്റിലേക്ക് വന്നിട്ടുള്ളത്. തമിഴ്നാട് സ്റ്റേറ്റിലേക്ക് ഡിപ്ലോമ സിവിൽ 2, ഡിപ്ലോമ ഇലക്ട്രിക്കൽ 15, ഗ്രാജുവേറ്റ് ഇലക്ട്രിക്കൽ 15, ഗ്രാജുവേറ്റ് സിവിൽ 2, ITI ഇലക്ട്രീഷ്യൻ 15 എന്നിങ്ങനെ 49 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. കേരള സംസ്ഥാനത്തിലേക്ക് ഡിപ്ലോമ സിവിൽ 1, ഡിപ്ലോമ ഇലക്ട്രിക്കൽ 5, ഗ്രാജുവേറ്റ് ഇലക്ട്രിക്കൽ 4, ഗ്രാജുവേറ്റ് സിവിൽ 2, ITI ഇലക്ട്രീഷ്യൻ 4, ലോ എക്സിക്യൂട്ടീവ് 2 എന്നിങ്ങനെ 18 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. 3 സംസ്ഥാനങ്ങളിലുമായിട്ട് വ്യത്യസ്ത ഇടങ്ങളിൽ ട്രെയിനിങ് ലൊക്കേഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. കേരളത്തിൽ കൊച്ചി, കോഴിക്കോട്, പാലക്കാട്, തൃശ്ശൂർ HVDC, ട്രിവാൻഡ്രം തുടങ്ങിയ സ്ഥലങ്ങളിൽ ട്രെയിനിങ് ലൊക്കേഷൻസ് വരുന്നുണ്ട്. ITI ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്ക് ഇലക്ട്രീഷ്യൻ ട്രേഡിലുള്ള ITI സർട്ടിഫിക്കറ്റാണ് യോഗ്യതയായിട്ട് വരുന്നത്. 13,500 രൂപയായിരിക്കും മന്ത്ലി സ്റ്റൈപ്പൻ്റായിട്ട് ലഭിക്കുന്നുണ്ടായിരിക്കുക. ഡിപ്ലോമ ഇലക്ട്രിക്കൽ എന്ന പോസ്റ്റിലേക്ക് 3 വർഷത്തെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള 3 വർഷത്തെ റെഗുലർ ഡിപ്ലോമയാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. 15,000 രൂപയാണ് സ്റ്റൈപ്പൻ്റായിട്ട് വരുന്നത്. ഡിപ്ലോമ സിവിലിലേക്ക് സിവിൽ എഞ്ചിനീയറിംഗിലുള്ള 3 വർഷത്തെ റെഗുലർ ഡിപ്ലോമയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 15,000 രൂപയാണ് ഇതിലേക്കും സ്റ്റൈപ്പൻ്റായിട്ട് വന്നിട്ടുള്ളത്. ഗ്രാജുവേറ്റ് ഇലക്ട്രിക്കൽ എന്ന പോസ്റ്റിലേക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഫുൾ ടൈം BE, BTech, BSc എഞ്ചിനീയറിംഗ് തുടങ്ങിയവയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 17,500 രൂപയാണ് സ്റ്റൈപ്പൻ്റായിട്ട് വരുന്നത്. ഗ്രാജുവേറ്റ് ഇലക്ട്രോണിക്സ് ഓർ ടെലികമ്മ്യൂണിക്കേഷൻ എന്ന പോസ്റ്റിലേക്ക് ഇലക്ട്രോണിക്സ് ഓർ ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലുള്ള ഫുൾ ടൈം BE, BTech, BSc തുടങ്ങിയ യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 17,500 രൂപയാണ് ഇതിലേക്ക് സ്റ്റൈപ്പൻ്റായിട്ട് വരുന്നത്. ഗ്രാജുവേറ്റ് കമ്പ്യൂട്ടർ സയൻസ് എന്ന പോസ്റ്റിലേക്ക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിലുള്ള ഫുൾ ടൈം BE, BTech, BSc തുടങ്ങിയ യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 17,500 രൂപ തന്നെയാണ് ഇതിലേക്കും സ്റ്റൈപ്പൻ്റായിട്ട് വരുന്നത്. HR എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റിലേക്ക് MBA അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ പേഴ്സണൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഓർ ഇക്വലൻറ്റ് തുടങ്ങിയ യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 17,500 രൂപയായിരിക്കും ഈ പോസ്റ്റിലേക്ക് സ്റ്റൈപ്പൻ്റായിട്ട് വരുന്നത്. CSR എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റിലേക്ക് 2 വർഷത്തെ ഫുൾ ടൈം മാസ്റ്റർ ഇൻ സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഓർ ഇക്വലൻറ്റ് തുടങ്ങിയ യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിലേക്കും 17,500 രൂപയാണ് സ്റ്റൈപ്പൻ്റായിട്ട് വരുന്നത്. ലോ എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റിലേക്ക് ഏതെങ്കിലും ഡിസിപ്ലിനിലുള്ള ഡിഗ്രിയും നിയമപഠനത്തിലുള്ള ബാച്ചിലർ ഡിഗ്രിയും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് LLB ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. 17,500 രൂപയാണ് ഈ പോസ്റ്റിലേക്കും സ്റ്റൈപ്പൻ്റായിട്ട് വരുന്നത്. PR അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിലേക്ക് ബാച്ചിലർ ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ, ബാച്ചിലർ ഓഫ് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ, BA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയവയാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. 17,500 രൂപയാണ് ഈ പോസ്റ്റിലേക്കും സ്റ്റൈപ്പൻ്റായിട്ട് വരുന്നത്. രാജ്ഭാഷ അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിലേക്ക് BA ഹിന്ദി വിത്ത് പ്രൊഫഷൻ നോളജ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നതാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. 17,500 രൂപയാണ് ഈ പോസ്റ്റിലേക്കും സ്റ്റൈപ്പൻ്റായിട്ട് വരുന്നത്. കമ്പനി അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ 2,500 രൂപ സ്റ്റൈപ്പൻറ്റിനോട് കൂടെ HRA ആയിട്ട് ലഭിക്കുന്നതാണ്. ഫ്രഷ് കാൻഡിഡേറ്റ്സിനാണ് ഈ പോസ്റ്റിലേക്കെല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. അതായത് നിർദ്ദിഷ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പാസ്സായതിനു ശേഷം 2 വർഷത്തിൽ കൂടുതൽ ആവാൻ പാടില്ല. ഫൈനൽ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതല്ല. മിനിമം ഏജ് ലിമിറ്റ് 18 വയസ്സാണ്. മുൻപ് എവിടെയെങ്കിലും വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്രന്റീസ്ഷിപ്പ് ചെയ്തവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതല്ല. ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നോട്ടിഫിക്കേഷനിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം.
നാറ്റ്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തവർക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. പവർ ഗ്രിഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. സെലക്ഷൻ പ്രൊസീജിയറായിട്ട് എക്സാം ഒന്നും തന്നെ വരുന്നില്ല. ലഭിച്ചിട്ടുള്ള മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. 1 വർഷത്തേക്കായിരിക്കും ട്രെയിനിങ് കാലാവധി വരുന്നുണ്ടായിരിക്കുക. അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. കമ്പനി പ്രൊവൈഡ് ചെയ്യാത്ത പക്ഷം 2500 രൂപ HRA ഇനത്തിൽ ലഭിക്കുന്നതായിരിക്കും. അപ്രന്റീസ്ഷിപ്പ് പീരീഡിൽ 12 കാഷ്വൽ ലീവും 15 മെഡിക്കൽ ലീവും ഉണ്ടായിരിക്കുന്നതാണ്. 6/10/2025 വരെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ അതിനു മുൻപായിട്ട് തന്നെ യോഗ്യത ഉള്ളവരെല്ലാവരും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കീഴിൽ വരുന്ന മഹാരത്ന PSU ആയിട്ടുള്ള പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന് കീഴിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്യുവാൻ മികച്ചൊരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ. അപേക്ഷാ ഫീസും പരീക്ഷയും ഈ പോസ്റ്റിലേക്ക് വരുന്നില്ല. യോഗ്യതയുള്ളവരെല്ലാവരും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് വിവരം എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.